നമസ്കാരം. നമ്മളെല്ലാവരും ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എനിക്ക് മനസ്സിലായിടത്തോളം നമ്മളൊക്കെ റിലൈ ചെയ്യുന്നത് മോട്ടിവേഷനിലാണ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ സെൽഫ് മോട്ടിവേഷൻ ഒരു റിലയബിൾ സോഴ്സ് അല്ല ഡിസിപ്ലിനായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ മൈൻഡിനെ ചെറുതായിട്ടൊന്ന് ട്രിക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിക്കണം, ഫിറ്റ്നസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, വർക്ക് നല്ലപോലെ ചെയ്യണം, ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കണം. പക്ഷേ നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരുമ്പോൾ പലപ്പോഴും മൈൻഡ് റെസിസ്റ്റ് ചെയ്യും. അരിസ്റ്റോട്ടിൽ പറയുന്നത് വി ആർ വാട്ട് വി റിപ്പീറ്റഡ്ലി ഡു എന്നാണ്. പക്ഷെ പ്രോബ്ലം പലപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പ്രോബ്ലമാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഡിസിപ്ലിൻഡായിട്ട് കണ്ടിന്യൂ ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് മൈൻഡിനെ ട്രിക്ക് ചെയ്യാന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ മൈൻഡിനെ ഡിഫീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പറ്റിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും ഇതൊരു ഡിഫിക്കൽട്ട് കാര്യമല്ല, ഇത് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത്. അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ 3 ഡിഫറെൻറ്റ് ഫിലോസഫീസാണ് ഞാൻ പറയുന്നത്. അത് 3ഉം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടൈം പീരിയഡ്സിൽ എഴുതപ്പെട്ട ഫിലോസഫീസാണ്. അതിൽ 2 എണ്ണം കുറച്ച് പഴയ ഫിലോസഫീസും ഒരു കംപ്ലീറ്റ്ലി മോഡേൺ ആയിട്ടുള്ള ഒരു റൈറ്ററിൻ്റെ ഒരു ഫിലോസഫിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിൻ്റെ ഫിലോസഫിയാണ്. അതിൽ പറയുന്നത് നമ്മുടെ ലൈഫിൽ ഹെഡോണിക് ലൈഫും ഉണ്ട്, യൂഡമോണിക് ലൈഫും ഉണ്ട്. ഹെഡോണിക് ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന പ്ലഷറിൻ്റെ പിന്നിൽ പോകുന്ന ഒരു ലൈഫാണ്. യൂഡമോണിക് ലൈഫ് എന്ന് പറയുന്നത് പക്ഷേ ലോങ് ടേം ഗ്രോത്തും സസ്റ്റനൻസും എയിം ചെയ്യുന്ന ഒരു ലൈഫാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ഡിഫോൾട്ട് കേസിൽ ഹെഡോണിക് ലൈഫ് സ്റ്റൈലാണ് ചൂസ് ചെയ്യുക. കാരണം ഒബ്വിയസ്ലി ഇറ്റ്സ് മോർ ഈസിയർ. ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു മധുരമുള്ള ഒരു സോഡ കുടിക്കുന്നതോ അല്ലെങ്കിൽ റീൽ നോക്കുന്നതോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അധികം എഫേർട്ടില്ലാതെ ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളാണ്. പക്ഷേ കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ ഹെഡോണിക് ലൈഫ് അത് അഗ്രി ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ യൂഡമോണിക് ലൈഫായിട്ട് നമുക്ക് മാറണമെങ്കിൽ, ഒരു മീനിങ് ഉള്ള ലൈഫായിട്ട് മാറണമെങ്കിൽ നമുക്ക് ഈ ഡിഫിക്കൽട്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം നിങ്ങളൊരു കോഴ്സ് ചെയ്യണം, നിങ്ങളെ തന്നെ അപ്സ്കിൽ ചെയ്യണം ടു ഡു യുവർ ജോബ് ബെറ്റർ, ഓർ അടുത്ത ജോബ് ഒരു ബെറ്റർ ജോബ്, നല്ല പേയിങ് ജോബ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ കോഴ്സ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് ആലോചിക്കുക, ഇനി അടുത്ത 1 മണിക്കൂർ ഈ കോഴ്സ് ഇരുന്ന് ചെയ്യണോ അതോ കുറച്ച് ചെറിയ റീൽസൊക്കെ കണ്ടിരുന്നാൽ മതിയോ. അപ്പോൾ ഹെഡോണിക് ലൈഫ് അല്ലെങ്കിൽ ഹെഡോണിക് സൈഡ് ഓഫ് യുവർ മൈൻഡ് വിൽ ഓൾവേസ് സേ റീൽ ചെയ്യുന്നതാണ് ഈസിയർ, അത് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഹാപ്പിനെസ്, ഒരു സന്തോഷം കിട്ടും. പക്ഷെ അങ്ങനത്തെ ഒരു നെഗറ്റീവ് പുള്ള് നിങ്ങളുടെ മൈൻഡിൽ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഇതാണ്, നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ വെറുതെ കുറച്ച് റീൽ ചെയ്തൊരു ഷോർട്ട് ടേം പ്ലഷർ കിട്ടിയാൽ മതിയോ, അതോ നിങ്ങൾ ലോങ് ടേം ലൈഫ് ഒരു ബെറ്റർ സിനാരിയോയിലായിരിക്കണോ. അപ്പോൾ നിങ്ങളെപ്പോഴും ആ ഒരു നെഗറ്റീവ് പുള്ള് വരുമ്പോൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു നല്ല ജോബ് വേണം, നല്ല പേ വേണം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം ബെറ്റർ ആക്കണം. അപ്പോൾ ആ ഒരു ഗോളിലേക്ക് നിങ്ങളുടെ മൈൻഡ് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഈ നെഗറ്റീവ് പുള്ള് വരുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ഓൺലൈൻ കോഴ്സ് ചെയ്യണമെന്നുണ്ട് നിങ്ങളുടെ ജോബിൽ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ജോബ് അപ്ലൈ ചെയ്യാൻ വേണ്ടി, അപ്പോൾ ഒരു ബെറ്റർ റെസ്യൂമേ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു കോഴ്സ് ചെയ്യണം. പക്ഷെ അത് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ പറയാം, ഇനി ഒരു 1 hour ഈ ഓൺലൈൻ കോഴ്സ് ഇരുന്ന് ചെയ്യണോ അതോ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് റീൽസ് നോക്കി ഇരുന്നാൽ മതിയോ എന്നൊരു തോട്ട് വരും നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ പറയണം, ഇതെൻ്റെ ഹെഡോണിക് സൈഡ് ഓഫ് മൈ മൈൻഡാണ് ഈ ഷോർട്ട് ടേം പ്ലഷറിന് വേണ്ടി ഉള്ള ആക്ഷൻ ചെയ്യാമെന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ വേണമെങ്കിൽ, ഫ്യൂച്ചറിൽ നല്ല ജോബ്, നല്ലൊരു ഹൈ പേയിങ് ജോബ് വേണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് ചെയ്തേ പറ്റൂ എന്ന് നിങ്ങൾ ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്ത് റിയലൈസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ യൂഡമോണിക് ലൈഫിന് ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഈ ഒരു ബ്ലോക്ക് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇനി ഞാൻ സെക്കൻഡ് നീഷയുടെ ഒരു ഫിലോസഫി പറയുകയാണെങ്കിൽ, ആൾ പറയുന്നത് എ മാൻ ഹു ഹാസ് എ സ്ട്രോങ് വൈ ക്യാൻ ബെയർ എനി ഹൗ എന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു
ആൻസർ ഉണ്ടെങ്കിൽ എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്കും പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെയിം എക്സാമ്പിൾ ഞാൻ ഈ ഓൺലൈൻ കോഴ്സിൻ്റെ എക്സാമ്പിൾ എടുക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അടുത്ത പ്രൊമോഷന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അടുത്ത ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ബെറ്റർ റെസ്യൂമേ കാണിക്കാൻ വേണ്ടിയാണ് ഇത് നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങളൊരു സ്ട്രോങ്ങർ വൈ നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ഒരു നല്ല ജോബ് കിട്ടി, ഹൈ പേയിങ് ജോബ് കിട്ടി, നിങ്ങളുടെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാനാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ളൊരു ലൈഫ് ലീഡ് ചെയ്യണം, അതിനൊരു ഹൈ പേയിങ് ജോബ് ആവശ്യമാണ്. അങ്ങനെ ഒരു സ്ട്രോങ് വൈയിൽ നമ്മൾ റൂട്ട് ചെയ്യുമ്പോൾ, ആങ്കർ ചെയ്യുമ്പോൾ, നമുക്ക് എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത് ഞാൻ പറയാൻ പോകുന്നത് ജെയിംസ് ക്ലിയർ എന്ന് പറയുന്ന റൈറ്റർ ഉണ്ട്. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫേമസ് ബുക്ക് എഴുതിയിട്ടുള്ള റൈറ്റർ. അപ്പോൾ ആൾ പറയുന്നത് നമ്മൾ ഡിസിപ്ലിൻ എന്നുള്ള ബിഹേവിയർ ആയിട്ട് ലിങ്ക് ചെയ്യരുത്, അത് നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ലിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ വർക്കൗട്ട് ചെയ്യണം, ജിമ്മിൽ പോകണം, കുറച്ചുകൂടി ഫിറ്റ് ആവണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് വൈകിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകണം എന്നുള്ള ആക്ഷനിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, നിങ്ങളൊരു ഫിറ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ആളാണ്, നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ക്ലിയറായിട്ട് അറിവുള്ള ഒരാളാണ്, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങളൊരു ഫിറ്റായിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങളോട് തന്നെ പറയാം. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റിയിൽ നമ്മൾ ആങ്കർ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ആക്ഷൻസ് നാച്ചുറലി വരും. ഇപ്പോൾ നിങ്ങൾ ട്രൂലി ബിലീവ് ചെയ്യാണ് നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് എന്ന് നിങ്ങൾ ബിലീവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് ആവണം എന്നുള്ളതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഐഡൻറ്റിറ്റി എന്ന് ട്രൂലി ബിലീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്കൗട്ടിന് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ടിന് പോകാമെന്നുള്ള ആക്ഷൻ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ മൈൻഡ് റെസിസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് അതിനുള്ള മോട്ടിവേഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ 3 എക്സാമ്പിൾ എടുത്താലും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഡിസിപ്ലിൻഡായിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ റെഗുലർലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ആക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പലപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ മോട്ടിവേഷൻ ആ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് വരുമ്പോൾ മോട്ടിവേഷൻ അത്ര ഹൈ ആവണമെന്നില്ല റെഗുലർലി. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് ഇത് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ക്ലിയറായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ എങ്ങനത്തെ ഒരാളാണ്, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണോ അതോ നിങ്ങളൊരു വളരെ ലേസി ആയിട്ടുള്ള ഒരാളാണോ എന്നുള്ള ഐഡൻറ്റിറ്റി ക്ലിയർ ആക്കുക. അപ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ക്ലിയർ ആണെങ്കിൽ അതേപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്ന് ക്ലിയർ ആയിട്ടുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻ കിട്ടാത്ത അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് നിങ്ങൾ ടാക്കിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഷെയർ ചെയ്യുക. അത് നിങ്ങൾക്ക് എത്ര ദിവസം ഡിസിപ്ലിൻഡായിട്ട് ചെയ്യാൻ പറ്റി, ഇങ്ങനത്തെ മെൻ്റൽ ബ്ലോക്സ് വരുമ്പോൾ ഇതിലേതെങ്കിലും ഫിലോസഫി യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഇതേപോലത്തെ ഫിലോസഫി ബേസ് ആയിട്ടുള്ള ലൈഫ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന വീഡിയോസ് ഇനിയും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.